Ramarajya Vasitvam, Pracharya Vaste Siram. You are living in Rama's kingdom. Hold your head high. Hari Om. Velpathur Narayana Bhattatri അരുളി ചെയ്ത നാരായണീയം ശ്രീ പതഞ്ജലി യോഗ ശിക്ഷ സമിതി നാരായണീയം പഠനത്തിന് ഒരുക്കി തന്ന വേദിയിലൂടെ അനേക യോഗ ബന്ധുക്കൾ ശ്രീകൃഷ്ണ ഭഗവാനുടെ കേശാദി പാദങ്ങളെ തൊഴുതുകൊണ്ട് ഭക്തിഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. ആയുരാരോഗ്യ സൗഖ്യം നാരായണീയം എക്സ്പ്രസ് ഇന്ന് ഇതാ ശ്രീ അനന്തപുരിയിൽ എത്തിയിട്ടുണ്ട്. അനന്തപുരിയിൽ നിന്നും നിങ്ങളോടൊപ്പം ഞങ്ങൾ 16 യോഗബന്ധുക്കളാണ് കൂടിയിട്ടുള്ളത്. നിങ്ങളെ എല്ലാവരും ഇന്നത്തെ പഠനയാത്രയിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. അനന്തപുര ഭഗവാൻ ശ്രീ അനന്തനുടെ വാസസ്ഥലം. ശ്രീ അനന്തപുരി എന്ന് പറയുമ്പോൾ നിർവാധികമായ സ്നേഹമാണ് ഏവർക്കും അനുഭവിക്കാൻ കഴിയുന്നത്. അനന്തപുരി ജില്ല 78 കിലോമീറ്റർ കടൽ തീരം അറബിക്കടലിൽ, തെക്കേ പൂവാറ് തൊട്ട് വിഴിഞ്ഞം, കോവളം, ശംഖുമുഖം മുതലേ വടക്കേ അറ്റത്ത് കാപ്പിൽ വരെ അതിമനോഹരമായ ബീച്ചുകളും ബാക്ക് വാട്ടേഴ്സും ഉള്ള ഒരു ജില്ലയാണ്. കിഴക്കൻ അതിർത്തി പർവ്വതങ്ങളാണ്. അഗത്യകൂടം, തേന്മല, പൊന്മുടി എന്നീ ഏറെ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. ആറുകൾ കിഴക്കേ പർവ്വതങ്ങളിൽ നിന്നും ഈ ജില്ല വഴി ഒഴുകി അറബിക്കടലിൽ കൂടുന്നു. കള്ളാറ്, കർമ്മണ, കിള്ളിമാമം, നെയ്യാറ്, വാമനപുരം എന്നിവയാണ് ചില. രാജവംശം വളരെ പുരാതനമായ ജില്ലയാണ് ഇത്. വിഴിഞ്ഞം, നാഞ്ചേൽ നാട് വളരെ ഫലപുഷ്ടിയുള്ള സ്ഥലങ്ങളായിരുന്നു. പിന്നെ കിഴക്കൻ പർവ്വതങ്ങളിൽ സ്പൈസസ്, താമിരത്തട്ടുകൾ 2ാമത്തെ സെഞ്ചുറി മുതൽ ഉള്ളതാണ്. അന്നത്തെ രാജവംശം ആയ് ഡൈനാസ്റ്റി ആയിരുന്നു. ആയ് എന്നാൽ പശുക്കളാണ്. ഇവർ യദുകുലത്തവരായിരുന്നു. ഇവർ വൃഷ്ണി പാരമ്പര്യക്കാരാണ്. യദു, യയതി വംശാവഴിയിൽ വന്നവരാണ്. ശ്രീ പത്മനാഭൻ ഇവരുടെ കുലദൈവമാണ്. പിന്നീട് വരുന്നത് വേനാട് രാജവംശം, അതിനുശേഷം തിരുവിതാംകൂർ രാജവംശം. തിരുവിതാംകൂർ 1745 മാർത്താണ്ഡവർമ്മ പത്മനാഭപുരത്തിൽ നിന്നും തലസ്ഥാനം തിരുവനന്തപുരത്തിലേക്ക് മാറ്റുകയാണ്. അമ്പലം പണിയുന്നു. ശ്രീ പത്മനാഭദാസനായിട്ട് തന്നെ ഈ നഗരം ഭരിക്കുന്നു. പിന്നീട് വരുന്നത് സ്വാതി തിരുനാൾ 1813. സ്വാതി തിരുനാൾ കെട്ടിയെടുത്ത മ്യൂസിയം, സൂ, ലൈബ്രറി, ആർട്ട് ആൻഡ് കൾച്ചറൽ സെന്റേഴ്സ് ഇന്നും നമുക്ക് ആസ്വദിക്കാം. രാജാ രവിവർമ്മ, വേലുത്തമ്പിദളവായ്, ചട്ടമ്പി സ്വാമികൾ, അയ്യൻകാളി, രാമൻപിള്ള, ശ്രീ നാരായണ ഗുരു എന്നീ ഏറെയുള്ള മഹാന്കളുടെ പുണ്യഭൂമിയാണ് ഇത്. എന്നാൽ ഇന്നും മുഴുവനും ഭാരതത്തിന്റെ സുരക്ഷ അനന്തപുരിയിലത്തെ അഡ്മിറൽ ഹരികുമാർ PVSM, AVSM, VSM, ADC കയ്യിലാണ്. ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആണ് അദ്ദേഹം. വളരെ പുരാതന ഭൂമിയിലെ അമ്പലങ്ങളുടെ ഭണ്ഡാരമാണ് ഈ ജില്ല. പാറശാല ശ്രീ മഹാദേവ ക്ഷേത്രം, നെടുവൻവള്ളി ഹരേകൃഷ്ണ ക്ഷേത്രം, നെയ്യാറ്റിങ്ങര ശ്രീകൃഷ്ണസ്വാമി നവനീത കൃഷ്ണനാണ്. ആഴിമല ശിവക്ഷേത്രം, ബാലരാമപുരം അഗസ്ത്യ അമ്പലം. ബാലരാമപുരം എന്ന് പറയുമ്പോൾ സാലിയാർ സമുദായം. ലോകം മുഴുവനുമുള്ളവർ ധരിക്കുന്ന കസവ് ആദ്യം നെയ്യുന്നത് അവരുടെ തരികളിലാണ്. അവർ ഇന്നും ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നു. നേമം വെള്ളയാണി ദേവീക്ഷേത്രം, അരുവിക്കര ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠ ചെയ്തത് വ്യാസമുനി എന്നൊരു ഐതിഹ്യം. നെടുമങ്കാട് മഹാവിഷ്ണുവിന്റെ കാടാണ്. തിരുച്ചുറ്റൂപ്പാറ ശിവവിഷ്ണു അമ്പലം, ആറ്റിങ്ങൽ ആറാട്ടുകാവ് അമ്പലം ഇവിടെ അരിയിലിട്ട് ഒഴിച്ച മകരമാസത്തിൽ വളരെ വിശേഷമാണ്. വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ബ്രഹ്മ ഇവിടെ യജ്ഞം നടത്തിയിട്ടുള്ളതായിട്ട് ഐതിഹ്യം. ഋഷിമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പിന്നെ അനന്തപുരി മാനഗരത്തില് പഴവങ്കാടി ശ്രീ ഗണപതി, അനന്തൻകാട് ശ്രീ നാഗരാജാവ്, ആട്ടുക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം, പഴയ ശ്രീ കണ്ഠേശ്വര ക്ഷേത്രം, ഉള്ളൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി, ശ്രീ ഉദയനൂർ ദേവി ക്ഷേത്രം, OTC ഹനുമാൻ ക്ഷേത്രം. നായർ ബ്രിഗേഡ് പത്മനാഭപുരത്തിൽ നിന്നും തലസ്ഥാനം തിരുവനന്തപുരത്തിലോട്ട് വന്നപ്പോൾ ഹനുമാൻ പ്രതിഷ്ഠ ഇവിടെ തിരുവനന്തപുരത്താക്കിയതാണ്. ശ്രീവരാഹം ലക്ഷ്മി വരാഹ ക്ഷേത്രം, 3ാമത്തെ അവതാരമായ വരാഹമൂർത്തി. 5000 കൊല്ലം മുമ്പുള്ള പ്രതിഷ്ഠയാണ് ഇത്. ഏറ്റവും വലിയ കുളമാണ് ഇവിടെ. ഇതിൽ ഓണത്തിന് ബോട്ട് റേസും ഉണ്ട്. ശ്രീ അനന്ത പത്മനാഭ സ്വാമി ഒരു ദിവ്യദേശ ക്ഷേത്രമാണ് ഇത്. ദിവാകര മുനി, നമ്പൂതിരി സന്യാസി, ബിൽവമംഗളാതി സ്വാമി എന്നിവരുടെ ഇഷ്ടം പൂർത്തിയാക്കുവാനായിട്ട് മഹാവിഷ്ണു ഇവിടെ നമുക്ക് ഏവർക്കും അനന്ത സൈന്യത്തില് ദർശനം നൽകുന്നു. ഇത്രയും പുണ്യഭൂമിയില് നടക്കുന്ന നാരായണീയം പഠനത്തിലേക്ക് യോഗബന്ധുക്കളെയും എല്ലാ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ
സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ 75-ാമത്തെ അധ്യായത്തിന്റെ പഠനത്തിലാണ്. ഇന്നത്തെ പഠന ക്ലാസ്സിൽ ധ്യാനശ്ലോകം ചൊല്ലുന്നത് അനഗണനാണ്. ഈ 75-ാമത്തെ ദശകത്തിന്റെ ചാന്റിംഗ് ഗൈഡൻസ് നൽകുന്നത് സുനിത നായരക്ക. ചാന്റിംഗ് റെപ്പറ്റീഷൻ ചെയ്യുന്നത് നമ്മുടെ യോഗ ബന്ധുക്കൾ 7 പേരാണ്. ചന്ദ്രിക അക്ക, റാണി അക്ക, രാജപ്പൻ അണ്ണൻ, ഭരതരാജൻ അണ്ണൻ, പുഷ്പവല്ലി അക്ക, രാജലക്ഷ്മി അക്ക, അജയ് കുമാർ അണ്ണൻ. ആദ്യമായിട്ട് ധ്യാനശ്ലോകം ചൊല്ലാനായി അനഗണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഗജാനന പദ്മാർക്കം ഗജാനന മഹർനിശാം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മയേ. ശ്രീ മഹാഗണപതേ നമഃ. ഗുരുവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ഭക്ഷീണാമൂർത്തയേ നമഃ. അസ്മദ് ഗുരുചരണാരവിന്ദ്യാഭ്യാം സരസ്വതി നമസ്തുഭ്യം. വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി. സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാസരസ്വതിയേ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ചാന്റിങ്ങിനായിട്ട് സുനിതാക്കനെയും യോഗബന്ധുക്കളെയും ക്ഷണിച്ചുകൊള്ളും. സുനിത. ഓം നമോ നാരായണായ. ഇന്ന് 75-ാം ദശകം കംസവധമാണ് നമ്മളിവിടെ ചൊല്ലുന്നത്. ശ്രദ്ധര വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത്. കംസവധം, കലനേമിയായിരുന്ന കംസൻ ഭഗവാനെ ദാർഷ്ട്യത്തോടുകൂടി പോരിനായി, മല്ലയുദ്ധത്തിനായി വെല്ലുവിളിക്കുന്നത് തുടങ്ങി ചേതോഹാരിയായ ഭഗവാൻ കംസവധം നടത്തുന്ന വരെയുള്ളതാണ് ഈ ശ്ലോകങ്ങൾ. അങ്ങനെ അനന്തപുരിയിലെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് തിന്മയ്ക്ക് മേൽ നന്മയ്ക്കുള്ള വിജയം ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനോടൊപ്പം തുടങ്ങാം. 75-ാം ദശകത്തിലെ 1-ാം ശ്ലോകത്തിന്റെ പദച്ഛേദം ആദ്യം നോക്കാം. പ്രാതഃ സംദ്രസ്ത ഭോജ ക്ഷിതി പതി വചസ പ്രസ്തുതേ മല്ലതൂരേ സംഘേ രാജ്ഞാം ച മഞ്ജാൻ അഭിയയുഷി നന്ദഗോപേ അഭികർമ്മ്യം കംസേ സൗധ അധിരൂഢേ ത്വം അപി സഹ ബലഃ സ അനുഗഹഃ ചാരുവേഷ രംഗദ്വാരം ഗത അഭുഃ കുപിത കുവലയാ പീഠ നാഗ അവലീഢം. ശ്ലോകത്തിലേക്ക്. പ്രാതസ്സന്തസ്ത്രഭോജക്ഷിതിപതി വജസാ പ്രസ്തുതേ മല്ലതൂരേ സംഘേ രാജ്ഞാഞ്ച മഞ്ജാനപിയയുഷി ഗതേ നന്ദഗോപേപി ഹർമ്മ്യം. പ്രാതസ്സന്ത്രസ്തപോജക്ഷിതിപതി വചസാ
प्रस्तुते मल्लतुर्ये सङ्घे राज्ञां च मञ्जानाभिययुषि गते नन्दगोपेऽपि हर्म्यम् कंसे सौधाधिरूढे त्वमपि सह बलत्सानुगच्चारुवेषो रङ्गद्वारं गतो भुः कुपितकुवलया पीडनागावलीढम् कंसे सौधाधिरूढे त्वमपि सह बलस्सानुगश्चारुवेषो रङ्गद्वारं गतो भुः कुपितकुवलया पीडनागावलीढम् प्रातः सन्दस्त्रभोजक्षितिपति वचसा प्रस्तुते मल्लतूर्ये सङ्घे राज्ञां च मञ्चानभिययुषि गते नन्दगोपेऽपि हर्म्यम् कंसे सौधाधिरूढे त्वमपि सह बलत्सानुगच्चारुवेषो रङ्गद्वारं गतो भूः कुपितकुवलया पीडनागावलीढम् प्रातः सन्द्रस्तभोजक्षितिपति वचसा प्रस्तुते मल्लतुर्ये सङ्घे राज्ञां च मञ्जानाभिययुषि गते नन्दगोपेऽपि हर्म्यम् कंसे सौधाधिरूढे त्वमपि सह बलस्सानुगश्चारुवेषो रङ्गद्वारं गतो भूः कुपितकुवलया पीडनागावलीढम् രണ്ടാമത്തെ ശ്ലോകം പദച്ഛേദം പാപിഷ്ട അപ്രേഹി മാർഗാത് ദ്രുതം ഇതി വചസാ നിഷ്ഠുര ക്രുദ്ധ ബുദ്ധേ അംബഷ്ടസ്യ പ്രണോദാത് അധിക ജവജുഷാ ഹസ്തിനാ ഗൃഹ്യമാണഃ കേളീമുക്ത അധ ഗോപീ കുജ കലശ ചിരസ്പർദ്ധിനം കുംഭം അസ്യ വ്യാഹത്യ അലീയഥാഃ ത്വം ചരണ ഭുവി പുനഃ നിർഗതഃ വൽഗുഹാസി പാപിഷ്ടാപേഹി മാർഗാദ് ദ്രുതമിതി വചസാ നിഷ്ഠുര ക്രുദ്ധ ബുദ്ധേ അംബഷ്ടസ്യ പ്രണതോദാദധികജവജുഷാ ഹസ്തിനാ ഗൃഹ്യമാണഃ पापिष्टापेहि मार्गात् द्रुतमिति वचसा निष्ठुरक्रुद्धबुद्धे अम्बष्टस्य प्रणोदादधिगजवजुषा हस्तिना गृह्यमाणः केळीमुक्तोऽथ गोपी कुच कलशचिरस्पर्धिनं कुम्भमस्य व्याहत्यालीयथास्त्वं चरणभुवि पुनर्निर्गतो वद्गुहासि केळीमुक्तोऽथ गोपी कुचकलशचिरस्पर्धिनं कुम्भमस्य व्याहत्यालीयथास्त्वं चरणभुवि पुनर्निर्गतो वल्गुहासि पापिष्टापेहि मार्गात् द्रुतमिति वचसा निष्ठुर क्रुद्ध बुद्धे अम्बष्टस्य प्रणतोदधिगजवचुषा हस्तिना गृह्यमाणा केळीमुक्तोऽथ गोपी कुचकलशचिरस्पर्धिनं कुम्भमस्य व्याहत्यालीयथास्त्वं चरणभुवि पुनर्निर्गतो वद्गुहासि पापिष्टापेहि मार्गात् द्रुतमिति वचसा निष्ठुरक्रुद्धबुद्धे अम्बष्टस्य प्रणोदादधिगजवजुषा हस्तिना गृह्यमाणः केळीमुक्तोऽथ गोपी कुचकलशचिरस्पर्धिनं कुम्भमस्य व्याहत्यालीयथास्त्वं चरणभुवि पुनर्निर्गतो वल्गुहासि മൂന്നാമത്തെ ശ്ലോകം ഹസ്ത പ്രാപ്യ അപി അഗമ്യ ഝടിതി മുനി ജനസ്യ ഇവ ധാവൻ ഗജേന്ദ്രം ക്രീഡൻ ആപാത്യ ഭൂമൗ പുന അഭിപതത തസ്യ ദന്തം സജീവം
മൂലാദ് ഉന്മൂല്യ തന്മൂലക महिത മഹാ മൗക്തികാനി ആത്മമിത്രേ പ്രാദാ ത്വം ഹാരം ഏഭിഃ ലളിത വിരചിതം രാധികായൈ ദിശ ഇതി. ഹസ്തപ്രാപ്യോപ്യഗമ്യോ ജഡിതി മുനജനസ്യേവ ധാവൻ ഗജേന്ദ്രം ക്രീഡന്നാപാത്യ ഭൂമൗ പുനരപി പദസ്തസ്തസ്യ ദന്തം സജീവം. ഹസ്തപ്രാപ്യോപ്യഗമ്യോ ജഡിതി മുനിജനസേവ ധാവൻ ഗജേന്ദ്രം ക്രീഡാനാപാത്യ ഭൂമൗ പുനരഭിപതത തസ്യ ഗന്ധം സജീവം. മൂലാദുന്മൂല്യ തന്മൂലകമഹിത മഹാമൗക്തികാന്യാത്മമിത്രേ പ്രാദാസ്ത്വം ഹാരമേഭിർലളിത വിരചിതം രാധികായൈ ദിശേതി. മൂലാദുന്മൂല്യ തന്മൂലകമഹിതമഹാ മൗക്തികാന്യാത്മമിത്രേ പ്രാദാസ്ത്വം ഹാരിമേഭിർലളിത വിരചിതം രാധികായൈ ദിശേതി. ഹസ്തപ്രാപ്യോപ്യഗമ്യോ ഝടിതി മുനിജനസ്യേവ ധാവൻ ഗജേന്ദ്രം ക്രീഡന്നാപാത്യ ഭൂമൗ പുനരപി പദതസ്യ ദന്തം സജീവം. മൂലാദുന്മൂല്യ തന്മൂലകമഹിത മഹാ മൗക്തികാന്യാത്മമിത്രേ പ്രാദാസ്ത്വം ഹാരമേഭിർ ലളിത വിരചിതം രാധികായൈ ദിശേതി. ഹസ്തപ്രാപ്യോപ്യഗമ്യോ ഝടിതി മുനിജനസേവ ധാവൻ ഗജേന്ദ്രം ക്രീഡാന്നാപാത്യ ഭൂമൗ പുനരഭിപതത തസ്യ ദന്തം സജീവം. മൂലാദുന്മൂല്യ തന്മൂലകമഹിത മഹാമൗക്തികാന്യാത്മമിത്രേ പ്രാദാസ്ത്വം ഹാരമേഭിർ ലളിത വിരചിതം രാധികായൈ ദിശേതി. നാലാമത്തെ ശ്ലോകം. ഗൃഹ്ണാനം ദന്തം അംസേ യുതം അധ ഹലിന രംഗം അംഗ ആവിശന്തം ത്വാം മംഗല്യ അംഗ ഭംഗീ രഭസ ഹൃദ മനഃ ലോചനാഃ വീക്ഷ്യ ലോകാഃ. ഹം ഹോ ധന്യഃ ഹി നന്ദഃ നഹി നഹി പശുപാല അങ്കനാ നോ യശോദ നോ നോ ധന്യേക്ഷണാഃ സ്മഃ ത്രിജഗതി വയം ഏവ ഇതി സർവേ ശശംസുഃ. ഗൃഹ്ണാനം ദന്തമംസേ യുതമത ഹലിനാ രംഗമംഗാവിശന്തം ത്വം മാംഗല്യാംഗവംഗീരഭസഹൃദമനോലോചനാ വീക്ഷ്യ ലോകാ. ഗൃഹ്ണാനം ദന്തമംസേയുധമത ഹലിനാരംഗമംഗാവിശന്തം ത്വാം മാംഗല്യാംഗ ഭംഗീരഭസഹൃദ മനോലോചനാ വീക്ഷ്യ ലോകാ. ഹം ഹോ ധന്യോ ഹി നന്ദോ നഹി നഹി പശുപാലാങ്കനാ നോ യശോദ നോ നോ ധന്യേക്ഷണാ സ്മ ത്രിജഗതി വയമേവാപി സർവേ ശശംസു. ഹം ഹോ ധന്യോ ഹി നന്ദോ നഹി നഹി പശുപാലാങ്കനാ നോ യശോദ നോ നോ ധന്യേക്ഷണാ സമസ്ത്രിജഗതി വയമേവേതി സർവേ ശശംസുഃ. ഗൃഹ്ണാനാം ദന്തമംസേ യുതമത ഹലിനാ രംഗമംഗാവിശന്തം ത്വാം മംഗല്യാംഗഭംഗീരഭസഹൃദമനോലോചനാ വീക്ഷ്യ ലോകാ. ഹം ഹോ ധന്യാ ഹി നന്ദോ നഹി നഹി പശുപാലാങ്കനോ യശോദ നോ നോ ധന്യേക്ഷണാ സ്മ
त्रिजगति वयमेव स इति सर्वे शशंसु സ്നാനം ദന്തമം സേയുതമത ഹലിനാരംഗമാങ്കാവിശന്തം ത്വാം മാംഗല്യാംഗഭംഗീരവസഹൃദ മനോലോചനാവീക്ഷ്യ ലോകാ ഹംഹോ ധന്യോ ഹി നന്ദോ നഹി നഹി പശുപാലാംഗനാനോ യശോദ നോ നോ ധന്യേ ക്ഷണാ സമസ്ത്രിജഗതി വയമേവേതി സർവേ ശശംസുഃ. അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 5. പൂർണ്ണം ബ്രഹ്മ ഏവ സാക്ഷാത് നിരവധി പരമ ആനന്ദ സാന്ദ്ര പ്രകാശം ഗോപേഷു ത്വം വ്യലാസി ന ഖലു ബഹുജനൈഃ താവത് ആവേദിത അഭുഃ ദൃഷ്ട്വാ അഥ ത്വാം തദാ ഇദം പ്രഥമം ഉപഗതേ പുണ്യകാലേ ജനഭോഗാഃ പൂർണ്ണ ആനന്ദാ വിപാപാഃ സരസം അഭിജഗുഃ ത്വത് കൃത്യാനി സ്മൃതാനി. പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാൽ നിരവധി പരമാനന്ദ സാന്ദ്ര പ്രകാശം ഗോപേഷു ത്വം വ്യലാസീർണ ഖലു ബഹുജനൈസ്താവദാവേദിതോ ഭൂ. പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാൽ നിരവധി പരമാനന്ദശാന്തപ്രകാശം ഗോപേഷു ത്വം വ്യലാസീർണ ഖലു ബഹുജനസ്താവദാവേദിതോ ഭൂ. ദൃഷ്ട്വാ ത്വാം തദേദം പ്രഥമമുപഗതേ പുണ്യകാലേ ജനൗഘാ പൂർണ്ണാനന്ദാ വിപാപാ സരസമപി ജഗുത്വത്കൃതാനി സ്മൃതാനി. ദുഷ്ടാദത്വം തദേദം പ്രഥമമുപഗതേ പുണ്യകാലേ ജനൗഘാ പൂർണ്ണാനന്ദാഭിപാപ സരസമഭിജഗുത്വത്കൃതാനി സ്മിതാനി. പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാൽ നിരവധി പരമാനന്ദ സാന്ദ്ര പ്രകാശം ഗോപേഷു ത്വം വ്യലാസീർണ ഖലു ബഹുജനൈസ്താവദാവേദിതോ ഭൂ. ദൃഷ്ട്വാ ത്വാം തദേദം പ്രഥമമുപഗതേ പുണ്യകാലേ ജനൗഘാ പൂർണ്ണാനന്ദാ വിപാപാ സരസമഭിജഗുത്വത്കൃതാനി സ്മൃതാനി. പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാൽ നിരവധി പരമാനന്ദശാന്തപ്രകാശം ഗോപേഷു ത്വം വ്യലാസീർണ ഖലു ബഹുജനസ്താവദാവേദിതോ ഭൂ. ദൃഷ്ടാദ്വത്വം തദേദം പ്രഥമമുപഗതേ പുണ്യകാലേ ജനൗഘാ പൂർണ്ണാനന്ദാ വിപാപ സരസമഭിജഗുത്സിത്താനി കൃതാനി സ്മിതാനി. അടുത്ത ശ്ലോകം പദച്ഛേദം നോക്കാം. ശ്ലോകം 6. ചാണൂര മല്ലവീര തദനു നൃപ ഗിരാ മുഷ്ടികഃ മുഷ്ടിശാലി ത്വാം രാമം ച അഭിപേദേ ഝട ഝടിതി മിതഃ മുഷ്ടിപാദ അതിരൂക്ഷം ഉത്പാദ ആപാദന ആകർഷണ വിവിധ രണാനി ആസതാം തത്ര ചിത്രം മൃത്യോഃ പ്രാഗ് ഏവ മല്ല പ്രഭുഃ അഗമത് അയം ഭൂരിശ ബന്ധ മോക്ഷാൻ. ചാണൂരോ മല്ലവീരസ്തദനു നൃപഗിരാ മുഷ്ടികോ മുഷ്ടിശാലി ത്വാം രാമം ചാഭിപേദേ ഝട ഝടിതി മിതോ മുഷ്ടിപാദാതിരൂക്ഷം.
ചാണുരോ മല്ലവീരസ്തതനു നൃപഗിരാമുഷ്ടികോ മുഷ്ടിശാലീ താം രാമം ചാഭിഭേദേ ജഡജഡതിമിതോ മുഷ്ടിപാദാതിരൂക്ഷം ഉത്പാദാപാദനാകർഷണ വിവിതരണാന്യാസതാം തത്ര ചിത്രം മൃത്യോഃ പ്രാഗേവ മല്ലപ്രഭുരഗമദയം ഭൂരിശോ ബന്ധമോക്ഷാൻ. ഉത്പാദാപാദനാകർഷണ വിവിതരണാനാസ്യതാം തത്ര ചിത്രം മൃത്യോഃ പ്രാഗേവ മല്ലപ്രഭുരഗമദയം ഭൂരിശോ ബന്ധമോക്ഷാൻ. ചാണൂരോ മല്ലവീരസ്തദനു നൃപഗിരാമുഷ്ടികോ മുഷ്ടിശാലീ ത്വാം രാമം ചാഭിപേദേ ജഡജഡതിമിതോ മുഷ്ടിപാദാതിരൂക്ഷം. ഉത്പാദാപാദനാകർഷണ വിവിധരണാന്യാസതാം തത്ര ചിത്രം മൃത്യോഃ പ്രാഗേവ മല്ലപ്രഭുരഗമദയം ഭൂരിശോ ബന്ധമോക്ഷാൻ. ചാണുരോ മല്ലവീരസ്തദനു നൃപഗിരാമുഷ്ടികോ മുഷ്ടിശാലീ താരാമം ചാഭിവേദേ ജഡജഡതിമിതോ മുഷ്ടിപാദാതിരൂക്ഷം. ഉത്പാദാപാദനാകർഷണ വിവിതരണാനാസ്യതാം തത്ര ചിത്രം മൃത്യോഃ പ്രാഗേവ മല്ലപ്രഭുരഗമദയം ഭൂരിശോ ബന്ധുമോക്ഷാൻ. ഏഴാമത്തെ ശ്ലോകം പദച്ഛേദം. ഹാ ദിക് കഷ്ടം കുമാരൗ സുലളിത വപുഷൗ മല്ല വീരൗ കഠോരൗ ന ദ്രക്ഷ്യാമഃ വ്രജാമഃ ത്വരിതം ഇതി ജനേ ഭാഷമാണേ തദാനീം. ചാണൂരം തം കര ഉദ്ഭ്രാമണ വിഗലത് അസും ബോധയാ ആസിത ഉർവ്യാം പിഷ്ട അഭുത് മുഷ്ടിക അഭിദ്രുതം അഥ ഹലിന നഷ്ട ശിഷ്ടൈഹി ദധാവേ. ശ്ലോകത്തിലേക്ക് പോകാം. ഹാദികഷ്ടം കുമാരൗ സുലളിത വപുഷൗ മല്ലവീരൗ കഠോരൗ ന ദ്രക്ഷ്യാമോ വ്രജാമസ്ത്വരിതമിതി ജനേ ഭാഷമാണേ തദാനീം. ആദികഷ്ടം കുമാരോ സുലളിത വപുഷോ മല്ലവീരോ കഠോരോ ന ദ്രക്ഷ്യാമോ വർത്തമസ്ത്വരിതമിതി ജനേ ഭാഷമാണേ തദാനീം. ചാണൂരം തം കരോദ്ഭ്രാമണ വിഗളിതസും ബോധയാമാസിതോർവ്യാം പിഷ്ടോ ഭൂത് മുഷ്ടികാപിദ്രുതം അധഹലിനാ നഷ്ടശിഷ്ടൈ ദധാവേ. ചാണൂരം തകരോത് ബ്രാഹ്മണ വികളദസും ബോധയാമി സ്ഥിതോർവ്യാ പിഷ്ടോ ഭൂമുഷ്ടികോപി ദ്രുതമദഫലിന നഷ്ടശിഷ്ടൈർദധാവേ. ഹാദികഷ്ടം കുമാരൗ സുലളിത വപുഷൗ മല്ലവീരൗ കഠോരൗ ന ദ്രക്ഷ്യാമോ വ്രജാമസ്ത്വരിതമിതി ജനേ ഭാഷമാണേ തദാനീം. ചാണൂരം തം കരോദ്ഭ്രാമണ വിഗലതസും ബോധയാമാസിതോർവ്യാം പിഷ്ടോന്മുഷ്ടികോപി ദ്രുതമതിഹലിനാ നഷ്ടശിഷ്ടൈർദധാവേ. ആദികഷ്ടം കുമാരോ സുലളിത വപുഷോ മല്ലവീരോ കഠോരോ ന ദ്രക്ഷ്യാമോ വ്രജമസ്ത്വരിത ഇതി ജനേ ഭാഷമാണേ തദാനീം. ചാണൂരം തകരോത് ബ്രാഹ്മണ വികളദസും ബോധയാമി സ്ഥിതോർവ്യാ പിഷ്ടോ ഭൂമുഷ്ടികോപി
ഋതമതഹരിനാമസ്തശിഷ്ടൈർസദാവേ. എട്ടാമത്തെ ശ്ലോകം. കംസ സംവാര്യ തൂര്യം ഖല മതിഹി അവിതൻ കാര്യം ആര്യാൻ പിതॄൻ താൻ ആഹന്തും വ്യാപ്ത മൂർത്തേ തവ ച സമശിഷത് ദൂരം ഉച്ചാരണായ പൃഷ്ടഃ ദുഷ്ടോക്തിഭിഃ ത്വം ഗരുഡ ഇവ ഗിരിം മഞ്ജം അഞ്ജൻ ഉദഞ്ചത് ഖഡ്ഗ വ്യാവൽക തു സംഗ്രഹം അപി ച ഹഠാത് പ്രാഗ്രഹീ ഔഗ്രസേനീ. കംസത് സംവാര്യ തൂര്യം ഖലമതിരവിദൻ കാര്യമാര്യാൻ പിതॄംസ്താൻ ആഹന്തും വ്യാപ്തമൂർത്തേസ്തവ ച സമശിഷദ്ദൂരമുത്സാരണായ. कंसः तूर्यं कलमिदरविदन् कार्यमार्यन् पृथुंस्तान् आहं तुं व्याप्तमूर्ते तव च समशिषत् दूरमुत्सारणाय. दृष्टो दुष्टोक्तिभिस्त्वं गरुड इव गिरिं मञ्जन्नुदञ्जत् खड्गव्यावल्गदुःसंग्रहमपि च हठात् प्राग्रहीरौग्रसेनी. रुष्टो दुष्टो कितिभिस्त्वं गरुड इव गिरिं मञ्जन्नुदन्दत् खड्गव्यावल्गदुःसंग्रहमपि च हठात् प्राग्रहीरौग्रसेनीम्. कंसत् संवार्य तूर्यं खलमदिरविदन् कार्यमार्यान् पितॄंस्तान् आहन्तुं व्याप्तमूर्तेस्तव च समशिषद्दूरमुत्सारणाय. रुष्टो दुष्टोक्तिभिः त्वं गरुड इव गिरिं मञ्जन्नुदञ्जत् खड्गव्यावल्गदुःसंग्रहमपि च हठात् प्राग्रहीरौग्रसेनी. कंसः संवार्य तूर्यं कलमिदरविदन् कार्यमार्यन् पृथुंस्तान् आहं तुं व्याप्तमूर्ते तव च समशिषत् दूरमुत्सारणाय. रुष्टो दुष्टो किद्भिस्त्वं गरुड इव गिरिं मञ्जन्नुदन्दत् खड्गव्यावल्गदुःसंग्रहमपि च हठात् प्राग्रहीरौग्रसेनीम्. അടുത്ത ശ്ലോകം. സദ്യ നിഷ്പിഷ്ട സന്ധിം ഭുവി നരപതിം ആപാത്യ തസ്യ ഉപരിഷ്ടാത് ത്വയി ആപാത്യേ തദാ ഏവ ത്വത് ഉപരി പതിതാനാകിനാം പുഷ്പവൃഷ്ടിഃ. കിം കിം ഭ്രൂമഃ തദാനിം സതതം അഭിഭിയാ ത്വദ്ഗത ആത്മാ സഹ ഭേജേ. സായുജ്യം ത്വത് വധ ബുദ്ധാ പരമ പരം യം വാസന കാലനേമേഹി. സദ്യോ നിഷ്പിഷ്ടസന്ധിം ഭുവി നരപതിമാപാത്യ തസ്യോപരിഷ്ടാത് ത്വയ്യാപാത്യേ തദൈവ ത്വതുപരി പതിതാനാകിനാം പുഷ്പവൃഷ്ടി. സദ്യോ നിഷ്പിഷ്ടസന്ധിം ഭുവി നരപതിമാപാത്യ തസ്യോപരിഷ്ടാത് ത്വയ്യാപാത്യേ തദൈവ ത്വതുപരി പതിതാനാകിനാം പുഷ്പവൃഷ്ടിഃ. കിം കിം ഭ്രൂമസ്തദാനിം സതതമഭിഭിയാ ത്വദ്ഗതാത്മാ സ ഭേജേ. സായുജ്യം ത്വദർത്ഥോത്ഥാ പരമ പരമിയം വാസന കാലനേമേ.
കിം കിം ബ്രൂമസ്തദാനീം സതതമഭിവിയാത്വദ്ഗതാത്മാ സഭേജേ സായുജ്യം ത്വദ്ഗതോത്ഥാ പരമപരമിയം വാസനാകാലനേമേ. സദ്യോ നിഷ്പിഷ്ടസന്ധിം ഭുവി നരപതിമാപാത്യ തസ്യോപരിഷ്ടാത് ത്വയ്യാപാത്യേ തദൈവ ത്വദുപരി പതിതാനാഗിനാം പുഷ്പവൃഷ്ടി. കിം കിം ഭ്രൂമസ്തദാനീം സതതമഭിഭിയാ ത്വദ്ഗതാത്മാ സഭേജേ സായുജ്യം ത്വദോത്ഥാ പരമിയം വാസനാകാലനേമേ. സദ്യോ നിഷ്പിഷ്ടസന്ധിം ഭുവി നരപതിമാപാത്യ തസ്യോപരിഷ്ടാത് ത്വയ്യാപാത്യേ തദൈവ ത്വദുപരി പതിതാനാഗിനാം പുഷ്പവൃഷ്ടിഃ. കിം കിം ബ്രൂമസ്തദാനീം സതതമഭിവിയാതുദ്ഗതാത്മാ സവേജേ സായുജ്യം ത്വദ്ഗതോത്ഥാ പരമപരമിയം വാസനാകാലനേമേ. പദച്ഛേദം. തത് ഭ്രാതൃയൂൻ അഷ്ടപിഷ്ട്വാ ദ്രുതം അഥ പിതരൗ സന്നമൻ ഉഗ്രസേനം കൃത്വാ രാജാനം ഉച്ചൈഃ യദുകുലം അഖിലം മോദയൻ കാമദാനൈഃ. ഭക്താനാം ഉത്തമം ച ഉദ്ധവം അമരഗുരോഃ ആപ്തനീതിം സഖായം ലബ്ധ്വാ തുഷ്ടനഗര്യാം പവനപുരപതേ രുന്ധിമേ സർവരോഗാൻ. തത്പ്രാഥ്യോ നഷ്ടപിഷ്ട്വാ ദ്രുതമദപിതരൗ സന്നമന്നുഗ്രസേനം കൃത്വാ രാജാനാമുച്ചൈ യദുകുലമഖിലം മോദയൻ കാമദാനൈഃ. പ്രാത്യോ നഷ്ടപിഷ്ട്വാ ദ്രുതമതപിതരൗ സന്നമനുഗ്രസേനം കൃത്വാ രാജാനമുച്ചൈർ യദുകുലമഖിലം മോദയൻ കാമദാനൈഃ. ഭക്താനാമുത്തമം ചോദ്ധവം അമരഗുരോരാപ്തനീതിം സഖായം ലബ്ധ്വാ തുഷ്ടോ നഗര്യാം പവനപുരപതേ രുന്ധിമേ സർവരോഗാൻ. താനാമുത്തമം ചോദവം അമരഗുരോരാപ്തനീതിം സഖായം ലബ്ധ്വാ തുഷ്ടോ നഗര്യാം പവനപുരപതേ രുന്ധിമേ സർവരോഗാൻ. ത്വത്പ്രാർത്ഥ്യോ നഷ്ടപിഷ്ട്വാ ദ്രുതമദപിതരൗ സന്നമന്നുഗ്രസേനം കൃത്വാ രാജാനമുച്ചൈരതുകുലമഖിലം മോദയൻ കാമദാനൈഃ. ഭക്താനാമുത്തമം ചോദ്ധവം അമരഗുരോരാപ്തനീതിം സഖായം ലബ്ധ്വാ തുഷ്ടോ നഗര്യാം പവനപുരപതേ രുന്ധിമേ സർവരോഗാൻ. തദ്ഭ്രാത്യോ നഷ്ടപിഷ്ട്വാ ദ്രുതമതപിതരൗ സന്നമനുഗ്രസേനം കൃത്വാ രാജാനമുച്ചൈർ യദുകുലമഖിലം മോദയൻ കാമദാനൈഃ. ഭക്താനാമുത്തമം ചോദവമരഗുരോരാപ്തനീതിം സഖായം ലബ്ധ്വാ തുഷ്ടോ നഗര്യാം പവനപുരപതേ രുന്ധിമേ സർവരോഗാൻ. അനന്തപുരി നാരായണീയം പഠനം വിവരണം. വിവരണം പറയുന്നത് ഉഷാമാധവൻ അക്ക 1 മുതൽ 5-ാമത്തെ ശ്ലോകം, സുധാകുറുപ്പക്ക 6 മുതൽ 10-ാമത്തെ ശ്ലോകം. ഉഷാമാധവൻ അക്ക. ഹരി ഓം അക്ക. ഹരി ഓം. നമ്മൾ ദശകം 75 കംസവധം. നമ്മൾ ശ്ലോകം 1
ആദ്യത്തെ ശ്ലോകത്തിന്റെ വിവരണം പറയാം. ഭഗവാൻ മധുരാപുരിയിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പഠിച്ചത്. അതിനുശേഷം ഭഗവാൻ ബലഭദ്രനോടും ഗോപബാലന്മാരോടും കൂടി മല്ലയുദ്ധത്തിന്റെ പടിവാതുക്കൽ എത്തുന്നതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ വല്ലാതെ പേടിച്ചിരണ്ട കംസന്റെ കൽപ്പനയനുസരിച്ച് മല്ലയുദ്ധം അറിയിക്കാനുള്ള പെരുമ്പറ മുഴക്കി. അതായത് ഭഗവാൻ ശ്രേഷ്ഠധനുസ് ഉലച്ചു വലിക്കുകയും ഒടിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ധടധ എന്നുള്ള ശബ്ദം കേട്ട് കംസൻ വിറച്ചുപോയി. കംസന്റെ പഴയ ഓർമ്മ വന്നു. എന്താ വെച്ചാല് ഒരു അശരീരി കേട്ടിട്ടുണ്ട്, ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെടും എന്നൊരു പേടി കംസന്റെ ഉള്ളിൽ ഉണ്ട്. മല്ലയുദ്ധം കാണാൻ രാജാക്കന്മാരുടെ സംഘം മച്ചുകളിൽ കയറിയിരുന്നു. ക്ഷണിച്ചു വരുത്തിയ നന്ദഗോപരും മാളികയിലെത്തി. യശോദയും ഉണ്ടായിരുന്നെന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. പക്ഷെ ഇവിടെ ഭട്ടതിരിപ്പാട് അത് പറഞ്ഞിട്ടില്ല. പക്ഷെ നന്ദഗോപരുടെ പേര് മാത്രമേ ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടുള്ളൂ. കംസനും മണിമാളികയുടെ മുകളിൽ കയറി ഇരിപ്പായി. അങ്ങാകട്ടെ ബലരാമനോടും കൂട്ടുകാരോടും കൂടി മനോഹരമായി അണിഞ്ഞൊരുങ്ങി വന്നപ്പോൾ കുവലയാപ്പിടം എന്ന ഒരു കൊമ്പനാന അങ്ങേ അകത്തേക്ക് കയറാൻ സമ്മതിച്ചില്ല. അവിടെ തടഞ്ഞു നിർത്തി. ഭഗവാനെയും ബലരാമനെയും കൊല്ലാൻ വേണ്ടിയിട്ട് കംസൻ നിയോഗിച്ച ആനയായിരുന്നു അത്. കംസൻ പ്രത്യേകം എത്തിച്ച ആനയായിരുന്നു ഇത്. മല്ലയുദ്ധത്തിന്റെ പരിണാമം എന്താകുമെന്ന കംസന് ഭയമായിരുന്നു. ധനുർയാഗത്തിൽ നടന്ന സംഭവങ്ങൾ കംസനെ വല്ലാതെ പരിഭ്രാന്തനാക്കി. എന്നിരുന്നാലും അവസാനത്തെ പരിശ്രമം എന്ന നിലയിൽ ഈ മല്ലയുദ്ധത്തിൽ ശ്രീകൃഷ്ണനും ബലരാമനും കൊല്ലപ്പെടും എന്ന തോന്നൽ കംസന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വസുദേവരെയും ദേവകിയെയും കംസൻ നേരിട്ട് ക്ഷണിച്ചതും ഭഗവാന്റെയും ബലരാമന്റെയും കഥ കഴിയും അവർ അത് നേരിട്ട് കാണട്ടെ എന്ന ദുഷ്ടചിന്തയോടാണ് കംസൻ ക്ഷണിച്ചതെന്നും പറയപ്പെടുന്നു. ഇനി അടുത്തതായി രണ്ടാമത്തെ ശ്ലോകമാണ്. രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കുവലയപീഠം എന്ന ആനയുമായി ഏറ്റുമുട്ടുന്നു. ഭഗവാൻ ആനക്കാരനോട് പറയുന്നു, മഹാപാപി, നീ വഴിയിൽ നിന്നും മാറി നിൽക്കൂ, ഞങ്ങൾക്ക് അകത്തോട്ട് കിടക്കണ്ടേ. അപ്പോൾ ആനക്കാരൻ ദേഷ്യത്തോടെ ആനയ്ക്ക് നിർദ്ദേശം കൊടുത്തു. ആന എന്ത് ചെയ്തു? ഭഗവാനെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ചു. ഭഗവാൻ അതൊക്കെ ഒരു തമാശ രൂപേണ വളരെ ചിരിച്ചുകൊണ്ട് അതിൽ നിന്നും മുക്തനായി. ആനയുടെ മസ്തകത്തിൽ ഇടി കൊടുത്ത് ആനയുടെ കാലിന്റെ ഇടയിൽ പോയി ഒളിച്ചു. ആന ചുറ്റിത്തിരിയുമ്പോൾ ഭഗവാനെ കാണാൻ സാധിക്കില്ല. മന്ദഹാസത്തോടുകൂടി ഭഗവാൻ ആനയുടെ കാലിന്റെ ഇടയിൽ നിന്നും വെളിയിലേക്ക് വന്നു, പുറത്തേക്ക് വന്നു. ആനയുടെ മസ്തകത്തെ ഗോപികമാരുടെ കലശവുമായിട്ടാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തതായി മൂന്നാമത്തെ ശ്ലോകം. മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കുവലയാപിടം എന്ന ആനയുടെ കൊമ്പുകൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് മറ്റൊരു ഉപമ പറയുകയാണ്. ഭഗവാനിൽ മനസ്സർപ്പിക്കുന്ന മുനിമാർക്ക് ഭഗവാൻ എത്ര അടുത്താണോ അതുപോലെ ആനയ്ക്കും അടുത്തായിരുന്നിട്ടും ഭഗവാനെ പിടിക്കാൻ പറ്റിയില്ല. പിടികിട്ടാത്തവനായി ഓടിക്കളിച്ചിട്ട് ആനയെ താഴെ വീഴ്ത്തിയപ്പോൾ ആന കോപിച്ച് വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഭഗവാൻ അവന്റെ കൊമ്പ് രണ്ടും പറിച്ചെടുത്തു. അങ്ങനെ ആന ചരിഞ്ഞു. ആ ആനയുടെ കടക്കൽ ഉള്ള മുത്തുകൾ കൊണ്ട് മുത്തുമാല ഉണ്ടാക്കി രാധയ്ക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തായ ശ്രീതാവിന്റെ കയ്യിൽ കൊടുത്തു. ഇതാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ലക്ഷണമൊത്ത ആനയുടെ മസ്തകത്തിലും കൊമ്പുകളിലും കടക്കലും മുത്തുണ്ടാകുമെന്നാണ് കവിവർണ്ണനയായിട്ട് ഇവിടെ പറയുന്നത്. അടുത്തതായി നാലാമത്തെ ശ്ലോകം. അല്ലയോ ഭഗവാനെ, ആനക്കൊമ്പ് തോളിലേറ്റി ബലരാമനോടൊപ്പം മല്ലയുദ്ധത്തിലേക്ക് കടന്നു വന്ന അങ്ങയെ കണ്ടിട്ട് ശോഭനമായ അങ്ങയുടെ ശരീരഭംഗിയിൽ കംസനടക്കം എല്ലാവരും ആകർഷഭരിതരായി. നന്ദഗോപരാണ് ഏറ്റവും ധന്യൻ എന്ന് ചിലർ പറയുന്നു. അല്ല, യശോദയാണ് പുണ്യം ചെയ്തതെന്ന് ചിലർ പറയുന്നു. പക്ഷെ ഗോപസ്ത്രീകളുടെ പ്രായക്കാർ ഗോപസ്ത്രീകളാണ് ഏറ്റവും
ഭാഗ്യം ചെയ്തവർ എന്ന് പറയുന്നു. അങ്ങനെ ഭഗവാനെ നേരിട്ട് കാണാൻ സാധിച്ച ഈ കണ്ണുകളുള്ള നമ്മളാണ് ഏറ്റവും ഭാഗ്യം ചെയ്തത് എന്നും പറയുന്നു, ഭാഗ്യവാന്മാർ പറയുന്നു. ഇത് മേൽപ്പത്തൂരിന്റെ ഭാവനയായിട്ടാണ് ഇവിടെ കവി വിവരിക്കുന്നത്. ഇനി 5ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. നാരായണീയത്തിന്റെ ആദ്യ ദശകത്തിൽ തന്നെ ആദ്യത്തെ ശ്ലോകം സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. അതാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണത്. അതേ ബ്രഹ്മമാണ് ഗോപന്മാരുടെ ഇടയിൽ ശോഭിച്ചിരുന്നത്. 75ാം ദശകത്തിൽ 5ാമത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട് പൂർണ്ണം ബ്രഹ്മൈവ എന്ന് പറയുന്നതും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതിനും പരമാനന്ദ സാന്ദ്രപ്രകാശം എന്നാൽ നിറഞ്ഞ പ്രകാശത്തോടു കൂടിയവനുമായ അങ്ങ് കാലത്തിനും ദേശത്തിനും അതീതമാണ്. ആ ബ്രഹ്മം അങ്ങ് തന്നെയാണ്. ഭഗവാൻ പറഞ്ഞിരുന്നു എന്ന് ഭഗവാൻ എന്ന് പറയുന്നു. ഈ ശ്ലോകത്തിന്റെ പൂർണ്ണം എന്ന് പറയുന്നതും ഈ 2 ശ്ലോകത്തിലും ഒരേ അർത്ഥം വരുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ആമ്പാടിയിൽ പാർത്തിരുന്ന കാലത്ത് പൊതുവെ ജനങ്ങൾക്ക് ഭഗവാനെ കാണാനോ സംസാരിക്കുവാനോ ഒന്നും സാധിച്ചിരുന്നില്ല. പക്ഷേ മധുരാപുരിയിൽ പ്രവേശിച്ചപ്പോൾ ഇവിടുത്തെ നഗരവാസികൾ എല്ലാം തന്നെ ഭഗവാനെ കൂപ്പുകൈകോടെ വളരെ ആദരവോടെയാണ് സ്വീകരിച്ചത്. അങ്ങനെ ഭഗവാനെ കണ്ട മാത്രമേ തന്നെ അവരുടെ പാപം തീർന്നു എന്ന് അവർ മനസ്സിൽ തീരുമാനിച്ചു. പാപം തീർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആനന്ദം ഹൃദയത്തിൽ വരും. അങ്ങനെ ആനന്ദത്തോടുകൂടി അങ്ങയുടെ ബാല്യകാല കഥകൾ രസകരമായി അവർ പുകഴ്ത്തി പറയുന്നു എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിലൂടെ വിവരിച്ചിട്ടുള്ളത്. അടുത്തതായി 6ാമത്തെ ശ്ലോകത്തിനായി സുധാകുറുപ്പൊക്കെ അറിയോ? 6ാമത്തെ ശ്ലോകം ചാണൂരോ മല്ലവീര സ്തതനു നൃപകിര മുഷ്ടികോ മുഷ്ടിശാലി എന്ന് തുടങ്ങുന്നതാണ്. അതായത് ഇവിടെ മല്ലവീരനായ ചാണൂരനും ശക്തിയുള്ള മുഷ്ടിയുള്ളവനുമായ മുഷ്ടികനും കംസരാജാവിന്റെ ആജ്ഞ അനുസരിച്ച് ശ്രീകൃഷ്ണ ബലഭദ്രരാമന്മാരെ നേരിട്ടു. അങ്ങനെ ചട്ടപ്പട ജഡിതയോടുകൂടി അതിരൂക്ഷമായ ആ കയ്യൂക്കിൽ മേലോട്ടെറിയൽ, താഴേക്കിടൽ, വലിച്ചുഴയ്ക്കൽ തുടങ്ങി പല യുദ്ധമുറകളും അവിടെ ചെയ്തു. മാത്രമല്ല കുവലയപീഠത്തെ വധിച്ച ആ ആനക്കൊമ്പുകൾ തോളിലേറ്റിയാണ് മല്ലരംഗത്തേക്ക് കടന്നു വന്ന ശ്രീകൃഷ്ണനെയും ബലഭദ്രരാമനെയും കംസന്റെ ആജ്ഞ അനുസരിച്ച് ചാണൂരനും മുഷ്ടികനും എതിർത്ത് നിന്ന്. ഈ സമയം ശ്രീകൃഷ്ണൻ ചാണൂരിനെയും അതിശക്തിയുള്ള മുഷ്ടി കൊണ്ട് മുഷ്ടികന് ബലരാമനും എതിർത്ത് 2 മല്ലയുദ്ധങ്ങൾ അതിഭയങ്കരമാവണ്ണം നടന്നു. ഈ ചടപട ശബ്ദത്തോടു കൂടി ശക്തമായ മുഷ്ടിതാപമുണ്ടായി. എതിരാളിയെ മുകളിലും താഴെയും വലിച്ചൊടുക്കലും ഒക്കെ നടക്കുന്നത് അത് ഈ മല്ലയുദ്ധത്തിന് പറ്റിയതല്ല. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള അടവുകളെല്ലാം പ്രയോഗിച്ചു. മല്ലയുദ്ധത്തിൽ ഈ കയ്യും കാലും ഉടലും ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ബന്ധം. അതിനെ എതിർത്ത് എതിരാളിയെ ചെയ്യുന്നതാണ് എതിരാളി ആ പിടിയിൽ നിന്ന് മാറ്റുന്നതിന് മോക്ഷം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ ബന്ധമോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞാൽ ഈ മല്ലയുദ്ധത്തിന്റെ തന്നെ വർണ്ണനയായി ബന്ധവും മോക്ഷവും എന്ന് പറഞ്ഞ ഉടനെ ഒരു സംശയം വരും, മരണം കഴിഞ്ഞു വരുന്നതല്ലേ ഈ ബന്ധമോക്ഷങ്ങളെന്ന്. എന്നാൽ ഈ മരണം കഴിഞ്ഞു വരുന്നതാണെങ്കിലും ബന്ധവും മോക്ഷവും ആത്മാവിന്റെ 2 അവസ്ഥകളാണ്. ശരീരത്തിനുള്ളിൽ ആഗ്രഹങ്ങളും ലൗകികമായിട്ടുള്ള താല്പര്യത്തെ കെട്ടുപടുന്നതാണ് ബന്ധം. അതിൽ നിന്നുള്ള മോചനത്തിന് മോക്ഷവും പിന്നീടുള്ള വരുന്നത് ജനനമില്ലാത്തത് കൈവല്യവും. ഇവിടെ ഭഗവാനുമായിട്ടുള്ള ഈ മല്ലയുദ്ധത്തിൽ മല്ലപ്രഭുവായ ചാണൂരൻ പലതവണ ഈ ബന്ധമോക്ഷങ്ങൾ വന്നിട്ടുണ്ട്. അത് അത്ഭുതമാണെന്നാണ് അലങ്കാരമായിട്ട് ഭാഷാപണ്ഡിതനും ഭക്തനുമായ കവി പറയുന്നു. അടുത്ത ശ്ലോകം 7. ഇത് കഷ്ടം തന്നെ. അത്യന്തം ഈ മൃദുശരീരമുള്ള കോമള കുമാരന്മാരായ യുവകുമാരന്മാരുടെ ഈ കഠിന ശരീരവും കായബലമുള്ള മല്ലവീരന്മാർ വന്ന് ഞങ്ങൾക്കിത് കാണാൻ വയ്യ എന്ന് സദസ്സിൽ കൂടിയിരുന്നവർ പറയുകയും ഞങ്ങൾ ഉടനെ പോകുന്നു എന്നിങ്ങനെ തമ്മിൽ പറഞ്ഞത് കേട്ടപ്പോൾ
ആ ചാണൂരനെ ഭഗവാൻ പെട്ടെന്ന് ഒന്ന് കറക്കി ഉയരത്തിലൊന്ന് കറക്കി നിലത്തടിച്ച് അവന്റെ പ്രാണനും ജീവനും എല്ലാം പോയി ഭൂമിയിൽ വലിച്ചെറിഞ്ഞു. പിന്നെ വേഗത്തിൽ ബലരാമനാല് മുഷ്ടികനെയും മുഷ്ടിപ്രഹരമേറ്റ് കൊന്നു. അങ്ങനെ ചാണൂര മുഷ്ടികന്മാരും ശ്രീകൃഷ്ണ ബലരന്മാരും തമ്മിലുള്ള ഈ മല്ലയുദ്ധം കണ്ടിരുന്ന അത് അസമാന്മാരാണ്. സമമുള്ള ആൾക്കാരല്ല, കായബലമുള്ളവരും ഈ ഇത്രയും പോകുന്ന പിള്ളേരുമായിട്ടാണ് ചെയ്യുന്നത്. അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. കുവലപീഠം 10,000 ആനയുടെ ബലമുള്ള അതിന്റെ കൊമ്പുകളും പഠിച്ച് തോളിലേറ്റിയിട്ടാണ് ഇവരുടെ വരവ്. പക്ഷെ അത് ആ സന്ദർഭത്തിൽ അങ്ങ് മറന്നുപോയി. അവർ ആ കാര്യം ഓർമ്മിക്കാതെ ഈ സുകുമാര കളേബരന്മാരായ ഈ കുട്ടികളുടെ കഠോര ശരീരമുള്ള മല്ലന്മാര് തമ്മിലുള്ള മത്സരം ഞങ്ങൾക്കിത് ഇനി കാണാൻ വയ്യ, ഇത് സഹിക്കാത്ത അനീതിയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നെന്ന് പ്രതിഷേധിച്ചുകൊണ്ട് പലരും പോകാൻ ആ അവസരം വിട്ട് ഇറങ്ങിയപ്പോൾ ഇനി ഈ കളി ഇങ്ങനെ പോരാ എന്ന് ഭഗവാൻ വിചാരിച്ചിട്ട് അനായാസമായി ഭഗവാൻ ചാണൂരനെ ഒന്ന് ഉയർത്തി വട്ടം കറക്കി അതിവേഗത്തിൽ ചുറ്റി തറയിലിട്ടു. ആ ശരീരത്തിൽ ഭഗവാൻ ശക്തിയോടെ നിലത്തു അടിച്ചു. ചാണൂരന്റെ കഥ കഴിഞ്ഞു. അതേസമയം ബലരാമനും മുഷ്ടി പ്രഹരം ഏറ്റ് മുഷ്ടികനും ചതഞ്ഞരഞ്ഞു. അങ്ങനെ ചാണൂരന്റെയും മുഷ്ടികന്റെയും സഹായികളായിരുന്ന അവിടെ കൂടിയിരുന്നവരെല്ലാം ഇത് കണ്ടു പേടിച്ച് അവരെ ജീവനം കൊണ്ട് അവർ ഓടി രക്ഷപ്പെട്ടു. അടുത്ത ശ്ലോകം. ഈ നഷ്ടബുദ്ധി ആയ കംസൻ ചെയ്യേണ്ടതെന്തെന്ന് അറിയാതെ അവിടെയുള്ള ആ പെരുമ്പറ ശബ്ദവും കാര്യങ്ങളും എല്ലാം കേട്ടപ്പോഴ് ആകെ ഭീതി കൊണ്ട് പിതാക്കളെ പറഞ്ഞ് അതൊക്കെ നിർത്ത്, പെരുമ്പറ ഇത് തടഞ്ഞിട്ട് പറഞ്ഞ് ആ ശ്രേഷ്ഠരായ അവരുടെ പിതാക്കളായ വധിക്കുന്നതിന് എല്ലാ സർവവ്യാപിയായ ഭഗവാന് രക്തമൂർത്തിയായ നിത്യരുവടി ഭഗവാനെയും ബലരാമനെയും അവിടെ നിന്ന് ദൂരെ മാറ്റണോ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു. ഇത് കേട്ട് ആ ദേഷ്യം വന്ന അപ്പോഴ് തന്നെ കോപിച്ച ഭഗവാൻ എന്ത് ചെയ്തു? ഗരുഡൻ പർവ്വത മുകളിൽ കയറുന്നത് പോലെ വാളുയർത്തി കുതിച്ച് വീശിയിരിക്കുന്ന ആ വിഷമമുണ്ട് പിടിക്കാൻ. എങ്കിലും ആ ഉഗ്രസേന പുത്രനെ പെട്ടെന്ന് അങ്ങ് ബലമായി പിടികൂടി. രാമകൃഷ്ണമാരുടെ കാര്യത്തിൽ കംസൻ കരുതി പോലെ അല്ല കാര്യങ്ങൾ നടന്നത്. 10,000 ആനയ്ക്ക് ബലമുള്ള കുവലപീഠത്തെ കൊന്ന് അതിന്റെ ഇതും കൊണ്ട് വന്ന് അവരെ പോയി ചാണൂര മുഷ്ടികന്മാരും നശിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഈ ഭോജരാജാവ് പരിഭ്രാന്തനായി ഭീതി ഇളകി. ആ ശബ്ദം അന്യരെ കേൾപ്പിക്കാൻ മല്ലാങ്കണത്തിന് വയ്യാന്ന് പറഞ്ഞ പെരുമ്പറ ശബ്ദത്തെയും പേരുകളെയൊക്കെ നിർത്തി അത് തടസ്സമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ആ വാദ്യഘോഷങ്ങളെല്ലാം നിർത്താൻ പറഞ്ഞിട്ട് സ്വന്തം പിതാവായ ഉഗ്രസേനെയും സഹോദരീ ഭർത്താവായ വസുദേവനെയും കൊല്ലാൻ പറഞ്ഞു. ശ്രീകൃഷ്ണ ബലരാമന്മാരെ എവിടെയെങ്കിലും ദൂരത്തേക്ക് എവിടെയെങ്കിലും വായിക്കാനും പറഞ്ഞു. അങ്ങനെ ഭൃത്യരോട് ആജ്ഞാപിച്ചു. ഈ സമയം കവി ഇവിടെ ഭട്ടതിരിപ്പാട് പറയുകയാണ്, വ്യാപ്തമൂർത്തി, അതായത് സർവവ്യാപിയായ ഭഗവാന് തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഭഗവാൻ ഉണ്ട് എന്ന് നമ്മൾ ഭക്തപ്രഹ്ലാദന്റെ ഇതിൽ പഠിച്ചിട്ടുണ്ട്, ആ കഥയിലുണ്ട്. അങ്ങനെയുള്ള ഭഗവാനെ എവിടേക്ക് ഓട്ടിക്കാനാണ്? അപ്പൊ അത് വിഷ്ണു എന്ന അതിന്റെ അർത്ഥം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വിഷ്ണു എന്നും അർത്ഥമുണ്ട്. അങ്ങനെ സർവവ്യാപിയായ വിഷ്ണു ഭഗവാൻ എങ്ങോട്ട് പാട്ടി ഓടിക്കും? കംസന്റെ ഈ ദുർവാക്കുകൾ കേട്ട് ദുഷ്ടനായ ആ ദുഷ്ടോക്തി എന്നും ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. അവിടെയും പറയുന്നുണ്ട്, ഗരുഡൻ പർവ്വതശിലേക്ക് കയറുന്നത് പോലെ ഭഗവാൻ കുതിച്ചുയർന്ന മാളികമുകളിൽ മഞ്ചത്തിലിരിക്കുന്ന കംസന്റെ സാമീപ്യത്തെത്തി വാളുയർത്തി വീശുന്ന നിരായുധനായി പൈതൽ ആയിരിക്കുന്നത് ഒരത് കാണിച്ചുവെങ്കിലും വേഗം കടന്നു പിടിച്ചു, പ്രയാസപ്പെട്ടനാണെങ്കിലും പിടിച്ചു. അനി അടുത്ത ശ്ലോകം. ഉടനെ തന്നെ ഈ രാജാവിന്റെ തകർന്ന സന്ധിബന്ധങ്ങളെല്ലാം തകർത്തി ഭൂമിയിൽ പതിപ്പിച്ചിട്ട് അതിന്റെ പുറത്ത് കയറി നിന്ന് നെന്തിരുവടി ചാടി വീണപ്പോൾ അങ്ങയുടെ മേൽ ദേവലോകത്ത് നിന്ന് പുഷ്പവൃഷ്ടി പൂമഴ പൊഴിയുകയായിരുന്നു. എന്ത് പറയട്ടെ, സദാ ഭീതിയോടെ നെന്തിരുവടിയെ പ്രാപിച്ചിരുന്ന മനസ്സോടുകൂടിയ ആ കംസൻ ഭഗവാന്റെ സായുജ്യത്തിൽ പ്രാപിച്ചു. അപ്പോ സർവാതീതനായ ഭഗവാനെ ഇത് നെന്തിരുവടി വടിച്ച കാലനേമി എന്നുള്ള ഒരു വാസനയാണ്. ഈ കാലനേമി എന്ന് പറഞ്ഞത് പൂർവജന്മത്തിലെ വിഷ്ണു
കൊന്ന ഒരു അസുരനായിരുന്നു കാലനേമി. കംസനെ പിടികൂടിയ ഭഗവാൻ ഒറ്റ ഞെരിപ്പ് കൊണ്ട് തന്നെ അതിന്റെ സന്ധിബന്ധങ്ങളെല്ലാം താറുമാറാക്കി. അത് കഴിഞ്ഞ് ഭൂമിയിലേക്ക് വലിച്ചു കൊറിഞ്ഞു. എന്നിട്ട് ഭഗവാൻ അതിന്റെ മേലെ ചാടി വീണ് നിന്നിട്ട് ആകാശത്ത് നിന്നപ്പം ഭഗവാൻ പൂമഴ ചൊരിയുകയും ചെയ്തല്ലോ. ഉടനെ ആ ഉടൽ വെടിഞ്ഞ കംസന്റെ ആത്മാവ് ഭഗവാനിൽ ലയിച്ചു. ഇവിടെ എല്ലാ കാലത്തും ഭയഭീതിയോടുകൂടിയും പേടിയോടുകൂടിയാണ് ഭഗവാനെ ചിന്തിച്ചിരിക്കുകയാണ്. നമ്മൾ പറയുന്നുണ്ട് ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്നാണ്. അതുപോലെ പേടി ഭയത്തോടു കൂടി ഇവിടെ ഇരുന്നിട്ട് ഈ ഭാഗ്യം ഉണ്ടായത് ഭീതിയോടെയാണെങ്കിലും വെറുപ്പോടെയാണെങ്കിലും സ്നേഹത്തോടെയാണെങ്കിലും കാമത്തോടെയാണെങ്കിലും വാത്സല്യത്തോടെയാണെങ്കിലും ഏത് വിധേനയാണെങ്കിലും മറ്റുള്ള ഭാഗങ്ങളൊന്നുമില്ലാതെ ഭഗവത് ചിന്ത ഉണ്ടായ അത് ഭഗവത് പ്രാപ്തിക്ക് വഴിയാകുമെന്നത് പറയുന്നു. ഇവിടെ കംസൻ ഭയത്തോടെയാണ് പ്രാപിച്ചതെങ്കിലും സദാ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചിരുന്നത് കൊണ്ട് ആ ചിന്ത നിരന്തരം തീവ്രവുമായിരുന്നത് കൊണ്ട് അത് കംസന് മുക്തി ലഭിച്ചു. അപ്പൊ കംസന് ഈ സായുജ്യമുക്തി ലഭിച്ചതിന് കംസന്റെ ഒരു പൂർവജന്മ കഥയും ഉണ്ട്. അതുമായിട്ടും ഒരു ബന്ധമുണ്ട്. മുജ്ജന്മത്തിൽ കംസൻ കാലനേമിയായിരുന്നു, അതൊരു അസുരനായിരുന്നു. വിഷ്ണു കാലനേമിയെ വധിച്ചു. അതിന്റെ ആ ഭയത്തോടുകൂടി ഇരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ആ കംസനായി ജനിച്ചതും ഭഗവാന്റെ ഈ മറ്റു സമയത്തുണ്ടായിരുന്ന ആ ഭീതി കൊണ്ട് ഭഗവാനിൽ അഭയം പ്രാപിച്ചതും സായുജ്യമടഞ്ഞത്. അപ്പൊ ഭയത്തോടെ ആണെങ്കിലും ഭഗവത് ചിന്ത നിരന്തരം, നമുക്ക് ഗോവർണ്ണം പറയും പോലെ എന്നും അഭ്യാസം ചെയ്യുന്ന പോലെ നിരന്തരം തീവ്രവുമായി ഉണ്ടായാൽ ആ മരണത്തോടുകൂടി ഭഗവാനിൽ ലയിക്കാൻ ആ വാസന കാരണമായി തീർന്നു. അവസാന 10ാമത്തെ ശ്ലോകം. പിന്നെ വേഗത്തിൽ തന്നെ കംസന്റെ ഈ 8 സഹോദരന്മാരെയും ഇതാക്കി പിതാക്കളെയെല്ലാം നമസ്കരിച്ച് ഉഗ്രസേനന് രാജാവാക്കി യദുകുലത്തെ ആകെ കാമദാനത്താൽ ഏറ്റവും സന്തോഷിപ്പിക്കുന്നവനായി ഭക്തന്മാരിൽ ഏറ്റവും ഉത്തമനും അമരഗുരുവായ ബൃഹസ്പതിയിൽ നിന്ന് നീതിശാസ്ത്രം പഠിച്ചവനുമായ ഉദ്ധവനെ സഖാവാക്കി സതീർത്ഥനാക്കി മാറ്റി മധുര നഗരത്തിൽ സന്തുഷ്ടനായി വസിച്ച് ആ ഗുരുവായൂരപ്പൻ മാത്രമല്ല ഈ കംസന്റെ 8 സഹോദരന്മാരെ കംസവധം കണ്ട് ഓടി എത്തി. കംസനെ കൊന്നു, ജ്യേഷ്ഠനെ കൊന്നല്ലോ എന്നൊരു ഓടിയെത്തി. അവരെ ബലരാമൻ വധിച്ചു. ബലരാമനാണെന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. പിന്നെ ദേവകിയെയും വസുദേവരെയും കണ്ട് നമസ്കരിച്ചപ്പോ തന്നെ അവരെ കണ്ടില്ല. അവരെ ഉടനെ തടവിലാക്കിയതാണ്. ആ പുത്രനെ കണ്ടപ്പോ ആ അച്ഛനും അമ്മയ്ക്കും അവർക്ക് എന്തെന്നില്ലാത്ത ആശ്ലേഷവും അവരാനന്ദമഗ്നരായി തീർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സ്വന്തം പിതാവായ ഉഗ്രസേനനെ തടങ്കലിലാക്കിയ കംസൻ രാജ്യഭരണം ഏറ്റെടുത്ത് ഉഗ്രസേനനെ മഹാരാജാവായി ഭഗവാൻ അവരോധിച്ചു. അപ്പോഴ് അദ്ദേഹം വയസ്സായി കഴിഞ്ഞില്ലേ. കംസന്റെ ഭരണത്തിൻ കീഴിൽ യാദവർ ദുഃഖിതരായിരുന്നു. അവരെയെല്ലാം പലരെയും നാടുവിട്ടു പോയിരുന്നു. അവർക്കെല്ലാവരും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തു. അതും ഭഗവാന്റെ രാജ്യകാര്യങ്ങൾ നിയന്ത്രിച്ച് ഭക്തനും ബൃഹസ്പതിയില് നീതിശാസ്ത്രം പഠിച്ചവനുമായ ഉദ്ധവനെ സഖാവായി സ്വീകരിച്ചത് മാത്രവുമല്ല ഇവിടെ ഭരണം നടത്തിയത് ശ്രീകൃഷ്ണൻ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഉഗ്രസേനന് ഭരിക്കാനുള്ള കഴിവും അതിലുണ്ടായിരുന്ന ഉദ്ധവനെ പ്രധാനമന്ത്രി പദവിയിലേക്കും അയച്ചു. ബൃഹസ്പതിയിൽ നിന്ന് ശാസ്ത്രം പഠിച്ച ഉദ്ധവനെ യോഗ്യനാക്കി. അങ്ങനെ അവതാര ലക്ഷ്യങ്ങളുടെ ഒരു ഭാഗം ചെയ്തു തീർത്ത് മധുരയിൽ സന്തോഷത്തോടുകൂടി വസിച്ച ഗുരുവായൂരപ്പ രോഗങ്ങളെ തടയുക എന്ന് മാത്രമല്ല ഇവിടെ പറയുന്നത്, ശാരീരികമായ വാദരോഗങ്ങളും മാനസികമായ രോഗങ്ങളും എല്ലാം സർവരോഗാൻ പവനപുരപതേ രുന്തിമേ സർവരോഗാൻ എന്ന്. അതായത് ഇവിടെ ഒരു അത് പറയുന്നുണ്ട്. പച്ചയാം വിരിപ്പെട്ട സഹ്യനിൽ തലവച്ചും സ്വർഗാബ്ദി മണൽത്തെട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശ്വരന്. അങ്ങനെ നാരായണീയം കാസർഗോഡിൽ നിന്നും തുടങ്ങി മല, പുഴ, ചെറിയ നദി എല്ലാം താണ്ടി എല്ലാവരുമായി അവിടെയുള്ള കുഞ്ഞു കുട്ടി ആബാലവൃത്തം യോഗബന്ധുക്കളും അല്ലാതെ എല്ലാവരെയും പെട്ടകത്തിനകത്ത് കയറ്റി ഓരോ ജില്ലതോറും കൊണ്ടുവന്ന് മലയും പുഴയും എല്ലാം ഒക്കെ കടന്ന് അനന്തപുരിയിലെ അനന്തശായിയായ ഭഗവാൻ അനന്ത പള്ളി കൊള്ളുന്ന ഭഗവാന്റെ പാതാരബിന്ദത്തിലേക്ക് ഈ 75ാമത്തെ കംസവർണ്ണന എല്ലാവരും കാസർഗോഡ് മുതൽ അനന്തപുരി വരെയുള്ളവര് എല്ലാം ആചാര്യനോടൊപ്പം നമുക്കും സമർപ്പിക്കാം.
ഗുരുപവനപുരപദേ രുന്തിമേ സർവരോഗാനെന്ന്. ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. അടുത്തതായി സമർപ്പണ ശ്ലോകം പറയാനായിട്ട് ശീതലക്കനെ ക്ഷണിക്കുകയാണ്. ശീതലക്ക. കായേന വാചാ മനസേന്ദ്രിയേ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഹരി. ആയുരാരോഗ്യ സൗഖ്യ നാരായണീയം എക്സ്പ്രസ് ഇങ്ങനെ അനന്തപുരിയിൽ വന്ന് ഈ യാത്ര നാരായണീയം എന്ന യാത്ര പൂർണ്ണമാകുന്നു. ഈ യാത്രയ്ക്ക് വേദിയൊരുക്കിയ SPYSS, നമ്മുടെ സഹയാത്രികരായ ഗോപുകണ്ണൻ ജിൽജാക്ക, സഹയോഗ ബന്ധുക്കൾ, അവരുടെ കുടുംബങ്ങൾ, ഏവർക്കും നമ്മുടെ ഈ അനന്തപുരി ബന്ധുക്കളുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. പിന്നെ ഈ നാരായണീയം തുടങ്ങിയ നാൾ മുതൽ പല തീമുകളുടെ കൂടെ വളരെ ഭംഗിയാക്കുന്ന ഇന്ദിരാക്കയ്ക്ക് സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. എത്രയും തിരക്കുകളിന്റെ ഇടയിലും ഈ പരിപാടിക്ക് ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന സുനൈന അക്കയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് അനന്തപുരിയിൽ ഉള്ള എല്ലാവരുടെ പേരിലും എൻ്റെ പേരിലും ഈ അവസരത്തിന് നന്ദി അറിയിച്ച് കൊള്ളുന്നു. ഓം ദേവകി നന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. ഇനി ലോകകല്യാണ മന്ത്രം. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.